ഹായ് ഹലോ എല്ലാവരും കേരള ബാങ്കിൻ്റെ എക്സാമിന് വേണ്ടി പഠിച്ചു തുടങ്ങിയെന്ന് വിശ്വസിക്കുന്നു. കേരള ബാങ്കിൻ്റെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ഒരു പോർഷനാണ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ ആൻഡ് കേരള. അതിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യയെക്കുറിച്ചാണ്. അപ്പോൾ ഇന്ത്യയിൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് വന്നത് സ്റ്റേറ്റ് പോളിസി അല്ലെങ്കിൽ ഗവൺമെൻറ് പോളിസിയുടെ ബേസിലാണ് ഇന്ത്യയിൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് വന്നത്. കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്കായാലും കോപ്പറേറ്റീവ് ഓർഗനൈസേഷനായാലും എന്തുണ്ട്, ഒരു ലീഗൽ ഫ്രെയിംവർക്ക് ഉണ്ട്. എന്തുണ്ട്, ഒരു ലീഗൽ ഫ്രെയിംവർക്ക് ഉണ്ട്. പോവർട്ടി, ഫാമിൻ, അൺഎംപ്ലോയ്മെൻറ്റ് ഇൻ റൂറൽ ഏരിയാസ്, അതേപോലെ മണി ലെൻഡേഴ്സിൻ്റെ ചൂഷണം, ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, ഈ കാരണങ്ങളാൽ ഒരുപാട് കലാപങ്ങൾ വന്നിട്ടുണ്ട്. നമ്മൾ എടുത്ത് പഠിക്കേണ്ട രണ്ട് റിയോട്ട്സ് അല്ലെങ്കിൽ രണ്ട് കലാപം ഏതൊക്കെയെന്ന് വെച്ചാൽ ഡെക്കാൻ റിയോട്ടും അഗ്രേറിയൻ റിയോട്ടുമാണ്. ഈ ഡെക്കാൻ റിയോട്ടും അഗ്രേറിയൻ റിയോട്ടും എന്നാണ് വന്നതെന്ന് വെച്ചാൽ 1875 ഡെക്കാൻ റിയോട്ടും അഗ്രേറിയൻ റിയോട്ട് വരുന്നത്. ഡെക്കാൻ റിയോട്ട് കെയിം ബിക്കോസ് ഓഫ് ദി പുവർ കണ്ടീഷൻ ഓഫ് ദി അഗ്രികൾച്ചർ. നമ്മുടെ അഗ്രികൾച്ചേഴ്സിന് വളരെ പരിതാപകരമാണ്. ഞാൻ പറഞ്ഞില്ലേ, മണി ലെൻഡേഴ്സ്, നമ്മുടെ പലിശയ്ക്ക് കടം കൊടുക്കുന്നവർ ഈ ഫാമേഴ്സിന് കടം കൊടുത്തിട്ട് അവരെ ചൂഷണം ചെയ്യുന്നുണ്ട്. കൂടുതൽ അധിക പലിശ ഈടാക്കി അല്ലെങ്കിൽ അവർ ഈടുവെച്ച വസ്തുക്കളെല്ലാം കൈക്കലാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വലിയ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കുമാണ് ഈ ഡെക്കാൻ റിയോട്ട് അഗ്രേറിയൻ റിയോട്ട് ഉണ്ട്. അഗ്രേറിയൻ റിയോട്ട് വരുന്നത് പൂനെയിലും അഹമ്മദാബാദിലുമാണ് അഗ്രേറിയൻ റിയോട്ട് വരുന്നത്. രണ്ടും വന്നത് എന്നാണ് 1875. അപ്പോൾ ഇതിന് റിലീഫിനായിട്ട് ഒരു ആക്ട് വരുന്നുണ്ട്, അതാണ് ഡെക്കാൻ അഗ്രികൾച്ചർ റിലീഫ് ആക്ട്. ഈ ആക്ട് എന്നാണ് വരുന്നത്? 1879 ഡെക്കാൻ അഗ്രികൾച്ചർ റിലീഫ് ആക്ട് വരുന്നത്. അപ്പോൾ ഈ പോവർട്ടി, ഫാമിൻ, അൺഎംപ്ലോയ്മെൻറ്റ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും ഇതെല്ലാം സോൾവ് ചെയ്യും. അഗ്രികൾച്ചറിസ്റ്റിൻ്റെ എല്ലാ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടി വന്ന വേറൊരു ആക്റ്റാണ് എന്ത്, ലാൻഡ് ഇംപ്രൂവ്മെൻറ്റ് ആക്ട്. എക്സാമിന് ചോദിക്കുന്ന ആക്റ്റാണ് ലാൻഡ് ഇംപ്രൂവ്മെൻറ്റ് ആക്ട്. എന്താണ് വന്നതെന്ന് ചോദിച്ചാൽ 1883 ലാൻഡ് ഇംപ്രൂവ്മെൻറ്റ് ആക്ട് വന്നത്. അതിൻ്റെ തൊട്ടടുത്ത വർഷമാണ് എന്ത് ചെയ്യുന്നത്, അടുത്തൊരു ആക്ട് വരുന്നത്. അതെന്താ, അഗ്രികൾച്ചർ ലോൺ ആക്ട്. എന്താണ് അഗ്രികൾച്ചർ ലോൺ ആക്ട് വന്ന വർഷം 1884. ലാൻഡ് ഇംപ്രൂവ്മെൻറ്റ് ആക്ട് 1883 ആൻഡ് അഗ്രികൾച്ചർ ലോൺ ആക്ട് 1894. ഈ രണ്ട് ആക്ടിനെയും കൂടെ എന്തെന്ന് അറിയപ്പെടുന്നത്, ടക്കാവി ലോൺ ആക്ട് എന്നറിയപ്പെടുന്നത്. ഈ രണ്ട് ആക്ടിനെ ടക്കാവി ലോൺ ആക്ട് എന്ന് അറിയപ്പെടുന്നത്. ഇതിൻ്റെ മെയിൻ എയിം എന്താണ്, ഉദ്ദേശം എന്താണ്? ടു പ്രൊവൈഡ് ക്രെഡിറ്റ് ഡയറക്ട്ലി ടു ദ ഫാമേഴ്സ് ബൈ ദി ഗവൺമെൻറ് ഡയറക്റ്റ് ഈ മണി ലെൻഡേഴ്സിൻ്റെ ചൂഷണമൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഗവൺമെൻറ്റിൽ നിന്ന് അവർക്ക് ക്രെഡിറ്റ് ആവശ്യമുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യുക, ക്രെഡിറ്റ് എത്തിച്ചു കൊടുക്കുക. അതാണ് ഈ രണ്ട് ആക്ട്, രണ്ട് ആക്റ്റായ ടക്കാവി ലോൺ എന്ന ആക്ടിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. ഈ സമയം തന്നെ നമ്മുടെ മദ്രാസ് ഗവൺമെൻറ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റുകളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി 1892 സർ ഫെഡറിക് നിക്കോൾസൺ എന്ത് ചെയ്യുന്നു, അപ്പോയിൻറ്റ് ചെയ്യുന്നു. എന്താണ്, മദ്രാസ് ഗവൺമെൻറ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്സ് ഇൻ യൂറോപ്യൻ കൺട്രീസിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് പഠിക്കാൻ വേണ്ടി സർ ഫെഡറിക് നിക്കോൾസനെ അപ്പോയിൻറ്റ് ചെയ്യുന്നു. അദ്ദേഹം 2 വോള്യമായിട്ടാണ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് വോള്യം സബ്മിറ്റ് ചെയ്യുന്നത് 1895. ഫൈനൽ സബ്മിറ്റ് ചെയ്യുന്നത് 1897. ഈ റിപ്പോർട്ട് റിസീവ് ചെയ്യുന്നത് 1899. ഓക്കെ, ഇപ്പോൾ 1892 മദ്രാസ് ഗവൺമെൻറ് ഫെഡറിക് നിക്കോൾസനെ അപ്പോയിൻറ്റ് ചെയ്യുന്നു. അദ്ദേഹം യൂറോപ്യൻ കൺട്രീസിലെ കാര്യങ്ങളൊക്കെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റൊക്കെ പഠിച്ചിട്ട് 1895 ഫസ്റ്റ് വോളിയം റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നു. കൺക്ലൂഡിങ് റിപ്പോർട്ട്, അതായത് ഫൈൻഡ് റൈഫിസ് എന്ന് കോട്ട് ചെയ്തുകൊണ്ട് കൺക്ലൂഡിങ് റിപ്പോർട്ട് 1897 കൺക്ലൂഡിങ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നു. ഈ റിപ്പോർട്ട് റിസീവ് ചെയ്യുന്നത് 1899. ഈ സമയം തന്നെ കാസസ് ഓഫ് ഫാമിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി നമ്മുടെ വൈസ്രോയ ലോർഡ് കഴ്സൺ എന്ത് ചെയ്യുന്നു, MC ഡൊണാൾഡിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നു. അങ്ങനെ അദ്ദേഹം അതിനെക്കുറിച്ചൊക്കെ പഠിച്ച് 1901 എന്ത് ചെയ്യുന്നു, റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഫാമിൻ കമ്മീഷൻ റിപ്പോർട്ട് വരുന്നത് 1901 ഫാമിൻ കമ്മീഷൻ എന്ത് ചെയ്യുന്ന റിപ്പോർട്ട്. അപ്പോൾ ഈ ഫാമിൻ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ റെക്കമെൻഡേഷൻ ആയിരുന്നു മ്യൂച്വൽ ക്രെഡിറ്റ് അസോസിയേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് ഫാമിൻ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ റെക്കമെൻഡേഷൻ ആയിരുന്നു. 1901 വന്ന റിപ്പോർട്ടിൻ്റെ റെക്കമെൻഡേഷൻ ആയിരുന്നു. ഓക്കെ, ഇതേ സമയം തന്നെ നമ്മുടെ വില്ലേജ് ബാങ്കിന് UP കുറിച്ചൊക്കെ പഠിച്ചിട്ട് നമ്മുടെ ഡൂപ്പർനെക്സ് പീപ്പിൾ ബാങ്ക് ഓഫ് നോർത്തേൺ ഇന്ത്യ എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതുന്നു. ഓക്കെ, പീപ്പിൾ ബാങ്ക് ഓഫ് നോർത്തേൺ ഇന്ത്യ. ഇതെല്ലാം ഈ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട അവിടുത്തെ പ്രശ്നങ്ങൾ, അഗ്രികൾച്ചേഴ്സിൻ്റെ പ്രശ്നങ്ങൾ, കാര്യങ്ങൾ ബേസ് ചെയ്ത് തന്നെ. അപ്പം വില്ലേജ് ബാങ്ക്, UP വില്ലേജ് ബാങ്കിനെ കുറിച്ച് പഠിച്ചുകൊണ്ട് നമ്മുടെ ഡൂപ്പർനെക്സ് എന്ത് ചെയ്യുന്നു, പീപ്പിൾ ബാങ്ക് ഓഫ് നോർത്തേൺ ഇന്ത്യ എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. അതിന് ഒരുപാട് ശ്രദ്ധ പിടിച്ചു പറ്റുന്നുണ്ട്. അപ്പോൾ ഈ പീപ്പിൾ ബാങ്ക് ഓഫ് നോർത്തേൺ ഇന്ത്യയും അതേപോലെ ഫാമിൻ കമ്മീഷൻ റിപ്പോർട്ടും ഫെഡറിക്
നിക്കോൾസൻ്റെ റിപ്പോർട്ടും ഇതെല്ലാം കൂടി നമ്മുടെ ലോർഡ് കഴ്സൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ട് അതേ കമ്മിറ്റി രൂപീകരിക്കുന്നു. ആരൊക്കെയാണ് അതിൽ മെമ്പേഴ്സായിട്ട് വരുന്നത്? ഡൂപ്പർനിക്സും ഫെഡറിക് നിക്കോൾസനും എഡ്വേർഡ് ലായും. ഈ എഡ്വേർഡ് ലായാണ് ഈ കമ്മിറ്റിയുടെ ഹെഡായിട്ട് വരുന്നത്. അങ്ങനെ ഇവർ ഈ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നു. അങ്ങനെ 1903 എന്ത് ചെയ്യുന്നു? ഈ ബില്ല് നമ്മുടെ പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്നു. കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി വരണമെന്നുള്ള ബില്ല് എന്ത് ചെയ്യുന്നു? പാർലമെൻറ്റിൽ പ്രസൻറ്റ് ചെയ്യുന്നു. അങ്ങനെ 25/3/1904 നമ്മുടെ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ആക്ട് അത് പാസ്സാകുന്നു. ഇന്ത്യയിലെ ഫസ്റ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് ഏതെന്ന് ചോദിച്ചാൽ ഏതെന്ന് പറയും? കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ആക്ട് 1904 ആണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.